ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ആപ്പിൾ ഇന്നലെയാണ് ജനുവരി 17-ാം തീയതിയാണ് ആപ്പിളിൻ്റെ അപ്കമിങ് അപ്ഡേറ്റ് ആയിട്ടുള്ള 17.3 അപ്ഡേറ്റിൻ്റെ RC വേർഷൻ പബ്ലിക് ബേറ്റ അതോടൊപ്പം തന്നെ ഡെവലപ്പർ ബേറ്റ റൺ ചെയ്യുന്ന എല്ലാ ബേറ്റ ടെസ്റ്റേഴ്സിനും റിലീസ് ചെയ്തത്. RC വേർഷൻ എന്ന് പറയുന്നത് റിലീസ് കാൻഡിഡേറ്റ് ആണ്. ഈ ഒരു വീക്കിൽ RC വേർഷൻ വന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നമുക്ക് മിക്കവാറും തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് iOS 17.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇനി വരാൻ പോകുന്നതിൽ ഏറ്റവും ക്രൂഷ്യൽ അപ്ഡേറ്റ് ആയിട്ടുള്ള 17.4ൻ്റെ പണിപ്പുരയിലാണ് ആപ്പിൾ. അതിൻ്റെ ഒരു പ്രിവ്യൂ ആണ്, അതിൽ വരാൻ പോകുന്ന മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മെലൻ ആൻഡ് വെൽക്കം ബാക്ക്. iOS 17.4ൽ നമ്മൾ iOS 17 റിലീസ് ചെയ്ത ടൈമിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ്, എസ്പെഷ്യലി മാർക്ക് ഗ്രൂമാൻ, മിഞ്ചിക്കോ, ഇങ്ങനെയുള്ള എല്ലാ അനലിസ്റ്റുകളും ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു EU റെഗുലേഷൻ്റെ ഭാഗമായിട്ട്, അതായത് യൂറോപ്യൻ യൂണിയൻ റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് 2024 മാർച്ച് 7-ാം തീയതിക്കുള്ളിൽ ആപ്പിൾ കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ് സൈഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആപ്പ് സ്റ്റോർ, നമുക്കിപ്പം ആപ്സ് ഐഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലൂടെയാണ്. നമുക്കറിയാം ഗൂഗിളിന് പ്ലേ സ്റ്റോർ പോലെ തന്നെ iOSന് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ടൺ കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് ആപ്സ്, ഗെയിംസ്, കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനും. ഇതിൽ തന്നെ ആപ്പിളിൻ്റെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എഫേർട്സിൻ്റെ ഭാഗമായിട്ട് ആപ്പിളിൽ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ് ആപ്പിളിൻ്റെ സ്വന്തം സിലിക്കൺ ആപ്പിൾ മാക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. കാരണം അതുകൊണ്ടുണ്ടായേക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഐഫോണിലും ഐപാഡിലും ഒക്കെ യൂസ് ചെയ്യുന്ന അതേ ആപ്പ് തന്നെ വളരെ ചെറിയ ഒരു മാറ്റം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കോഡുകളിൽ ചേഞ്ച് വരുത്തിയാൽ നമുക്ക് മാക്കിലും റണ്ണ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. എന്നാൽ സൈഡ് ലോഡിങ്ങിലേക്ക് വരുമ്പം നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാതെ വെളിയിൽ നിന്ന് നമ്മളിപ്പം ആൻഡ്രോയിഡിലൊക്കെ ചെയ്യുന്ന പോലെ ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഗൂഗിളിൽ പോയി വെറുതെ സെർച്ച് ചെയ്താൽ APK സ്റ്റോറുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി APK വെബ്സൈറ്റുകളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള സ്റ്റോറുകളിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഫോണിലും ഓരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിനേറിയോ ആണ് സൈഡ് ലോഡിങ് iOSലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ യൂറോപ്യൻ യൂണിയൻ പോളിസീസിൻ്റെ ഭാഗമായിട്ട് ഫോഴ്സ്ഫുള്ളി ആപ്പിൾ iOS 17.4 എന്ന് പറയുന്ന അപ്ഡേറ്റ് മുതൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഫീച്ചർ ആണ് സൈഡ് ലോഡിങ് എന്ന് പറയുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് 17.4 അപ്ഡേറ്റ് മുതൽ നമുക്ക് 2 ആപ്പ് സ്റ്റോറുകൾ, ചിലപ്പം നമ്മളുടെ ബിൽറ്റ് ഇൻ ആപ്പ് സ്റ്റോറിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റെന്തെങ്കിലും ഫിൽട്രേഷൻ ഓപ്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് തരുന്നത്, അതായത് ഈ സൈഡ് ലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവരുന്നത്. അഥവാ നമുക്ക് 2 സെപ്പറേറ്റ് ആപ്പ് സ്റ്റോർ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒന്നിൽ നമുക്ക് സൈഡ് ലോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം അത് ആഡ് ചെയ്യാനും, അത് വെളിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാനും, സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഡിവൈസിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കാം മേ ബി. ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ആപ്പിൾ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. 2, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് യൂറോപ്യൻ യൂണിയൻ എൻഫോഴ്സ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നിലവിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആകാൻ പോകുന്നുള്ളൂ. അതായത് മറ്റ് രാജ്യങ്ങളിൽ, US-ലും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ നമുക്ക് ഈ പറഞ്ഞ സൈഡ് ലോഡിംഗ് ഫീച്ചർ നിലവിൽ 17.4 അപ്ഡേറ്റ് വരുന്നതോടെ നമുക്ക് ലഭിക്കത്തില്ല എന്നുള്ള കാര്യമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളും ടേക്ക് ഓവർ ചെയ്യാനും അതേ ഒരു പ്രഷർ കൊടുത്ത് നമ്മുടെ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലും ആപ്പിളിനെ ഫോഴ്സ്ഫുള്ളി സൈഡ് ലോഡിങ്ങിന് വിധേയമാക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. ഒരു പക്ഷേ താമസിക്കാതെ തന്നെ iOS 18 നമുക്ക് ഈ ഒരു സൈഡ് ലോഡിംഗ് ഫീച്ചർ വേൾഡ് വൈഡ് ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസസും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. മറ്റേത് ഫീച്ചർ പോലെ തന്നെയാണ് ഈ ഒരു ഫീച്ചറിനും സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവരുമ്പോഴും നമുക്ക് അതിനകത്ത് 2 വശങ്ങളുണ്ട്, 2 ഫേസസ് ഉണ്ട്. കുറേയധികം പോസിറ്റീവായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതേസമയം നമുക്ക് കുറേയധികം പ്രൈവസി അതോടൊപ്പം സെക്യൂരിറ്റീനെ ബാധിക്കുന്ന കുറേയധികം കൺസേൺസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഡെഫിനറ്റ്ലി അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. സൈഡ് ലോഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇപ്പം നിലവിൽ നമുക്കറിയാം GB വാട്സാപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള പ്ലസ് ആപ്ലിക്കേഷൻസ് ഒക്കെ പല ആപ്പ് സ്റ്റോറുകളിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ച് ട്രിക്കുകളും അല്ലെങ്കിൽ ജെയിൽ ബ്രേക്കിങ് അങ്ങനെയുള്ള പല മെത്തേഡ്സും നമുക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പോലും നമുക്ക് ഇതുപോലുള്ള തേർഡ് പാർട്ടി ഒട്ടും സെക്യൂർ അല്ലാത്ത ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും ഐഫോണിൽ. പക്ഷേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ GB വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഒഫീഷ്യൽ വാട്സാപ്പിൽ ലഭിക്കാത്ത നമുക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും അതിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ലഭിക്കുമ്പോൾ, ഫ്രീ ആയിട്ട് ഇതുപോലുള്ള പല ഓപ്ഷൻസും ലഭിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം,
നമ്മളവിടെ നമ്മളുടെ പ്രൈവസിനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ ഡെവലപ്പേഴ്സ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നേടുന്നുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്. ഈ ലോകത്ത് ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ദർ ഇസ് നോ ഫ്രീ ലഞ്ച് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ ഇതുപോലുള്ള സൈഡ് ലോഡിങ് ഫീച്ചേഴ്സ് വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പല ആപ്ലിക്കേഷൻസിൻ്റെ പുറകിലും നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും കാണും. അത് നമ്മളെ കോംപ്രമൈസ് ചെയ്യുന്ന നമ്മുടെ സെക്യൂരിറ്റീനെയും പ്രൈവസീനെയാണ്. സോ അതിലേക്ക് വരുമ്പോൾ നമ്മൾ വേണം നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ള കാര്യമാണ്. രണ്ടാമത് ഇതിൽ വരാൻ പോകുന്ന മാറ്റമാണ് നമ്മളുടെ ഇമോജീസ്. ഏകദേശം 100-ലധികം പുതിയ ഇമോജീസ് ആപ്പിൾ 17.4 അപ്ഡേറ്റിൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതായത് യൂണിക്കോഡ് 15.1 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമോജീസ് ആപ്പിൾ ഇതിൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതിലാണ് നമുക്ക് കാണാം മഷ്റൂം, ടോക്കൺ ചെയിൻ, അതോടൊപ്പം ഫീനിക്സ്, ഇങ്ങനെയുള്ള പലയധികം പുതിയ ഇമോജീസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമത് ഗെയിമിംഗ് മോഡ്. iOS 17ലേക്ക് അല്ലെങ്കിൽ iOS ഡിവൈസിലേക്ക് ഗെയിമിംഗ് മോഡ്, ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ള കാര്യം. സോ iOS 17.3 അപ്ഡേറ്റിൻ്റെ കോഡിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഗെയിമിംഗ് മോഡ്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ്, നമുക്കറിയാം ഫോക്കസ് മോഡിനകത്ത് ഇപ്പം സെറ്റിംഗ്സിൽ ഫോക്കസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു ഫോക്കസ് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഗെയിമിംഗ് മോഡല്ല, ഇതൊരു ഫോക്കസ് മോഡാണ്. അതിനകത്ത് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. സോ ഇത് എല്ലാം വർക്ക് ചെയ്യുന്ന സെയിം ഫങ്ഷണാലിറ്റി, സെയിം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് കോൾസ് വരുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസിനെയും അതിനകത്ത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഗെയിമിംഗ് മോഡല്ല. സോ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ CPU GPU പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു ഗെയിമിന് വേണ്ടി ഫുൾ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് ഗെയിമിംഗ് മോഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് iOS 17ലേക്ക് അല്ലെങ്കിൽ 17.4 അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫീച്ചർ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും, അതായത് iPhone XS മുതലുള്ള എല്ലാ ഡിവൈസുകളിലും ഇത് സപ്പോർട്ട് ആകുമോ എന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. പിന്നീട് വളരെ റീസെൻ്റ്ലി ആപ്പിൾ ഇന്ത്യൻ ആപ്പ് സ്റ്റോറിൽ നിന്ന്, ഇന്ത്യയിലുള്ള ആപ്പ് സ്റ്റോറിൽ നമുക്ക് റീജിയൻ വൈസ് ആയിട്ടുള്ള കുറേയധികം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതായത് US-ലുള്ള ചില ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്ത്യൻ ആപ്പ് സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ CapCut പോലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ റീജിയൻ സ്വിച്ച് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ. സോ ഇന്ത്യൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പിൾ 9ഓളം ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് കഴിഞ്ഞ ദിവസം ഡീലിസ്റ്റ് ചെയ്തു. അത് വളരെ റീസെൻ്റ്ലി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള FIU എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ആണ്. അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യയിലെ ആൻറ്റി മണി ലോണ്ടറിങ് നിയമങ്ങളൊന്നും ബാധിക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത 9 ആപ്ലിക്കേഷൻസാണ് ഡീലിസ്റ്റ് ചെയ്തത്. അത് സൈറ്റുകൾ സർവീസസ് ഡൗൺ ചെയ്തു. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പിൾ അത് റിവ്യൂ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻസ് ഒന്നും ലഭ്യമല്ല. എന്നാൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ആൻഡ്രോയിഡ് യൂസേഴ്സിന്. സോ അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തത്. ഈ സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻ അവിടെ നമുക്ക് ഓപ്പൺ ആണ് എന്നുള്ള കാര്യം. ആൻഡ് ഫൈനലി ആപ്പിൾ വാച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അമേരിക്കയിൽ ആപ്പിളിൻ്റെ വാച്ച് സീരീസ് 9ഉം Ultra 2 2 മോഡൽസും ആപ്പിൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ബ്ലഡ് ഓക്സിജൻ സെൻസർ, അതിൻ്റെ ഫീച്ചർ പേറ്റൻറ്റ് ഇഷ്യൂ കാരണമായിരുന്നു ആപ്പിൾ അത് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബാൻ ചെയ്യേണ്ട വന്നത്. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആപ്പിൾ തിരികെ വാച്ച് സീരീസ് 9ഉം Ultra 2ഉം ആപ്പിളിൻ്റെ US മാർക്കറ്റിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മൾ ആപ്പ് ഡ്രോയറിൽ പോയി കഴിഞ്ഞാൽ ആ ഡിവൈസുകളിലെല്ലാം ഈ ഒരു ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ഒരു എറർ മെസ്സേജ് ആയിരിക്കും വരുന്നത്. കാരണം കംപ്ലീറ്റ്ലി ആപ്പിൾ ഇനി ഇറങ്ങുന്ന അല്ലെങ്കിൽ ആപ്പിൾ തിരികെ റീസെയിൽ ചെയ്യാൻ പോകുന്ന സീരീസ് 9ലും ആപ്പിൾ വാച്ച് Ultra 2ലും ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫീച്ചർ ഡിസേബിൾ ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 17.4 അപ്ഡേറ്റിൽ നമ്മൾ വരാൻ അല്ലെങ്കിൽ കാണാൻ പോകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. catch you guys next video. Till then, peace.